അതൊരു ഒരു പ്രെമിസസ് ആണ്, മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഫെൻസ്ഡ് ഏരിയ ആണ്. അപ്പൊ ഗൺഷോട്ട് കേട്ടു, ഇത് ടെററിസ്റ്റ് അറ്റാക്ക് ആണെന്ന് റിയലൈസ് ചെയ്തപ്പോൾ നമ്മൾ എല്ലാവരും ഷാറ്റേർഡ് ആയിട്ട് ഓടി. ഞാനും അച്ഛനും എൻ്റെ കുട്ടികളും കൂടി നമ്മളും ഓടി. ആദ്യം ഒരു സ്ഥലത്ത് ഒരു ടോയ്ലറ്റ് പോലത്തെ പുറകിൽ ഒരു 2 മിനിറ്റ് നിന്നുണ്ടാവും. അവിടെ നിന്ന് ഞാൻ ട്രൈ ചെയ്തപ്പോൾ റേഞ്ച് ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ഫെൻസിന്റെ അടിയിൽ കൂടെ രക്ഷപ്പെട്ട് പിന്നെ ഫോറസ്റ്റ്, ലൈക് ത്രൂ ഔട്ട് ഫോറസ്റ്റിന്റെ നടുവിൽ ഒരു ഗ്രാസ് ലാൻഡ് പോലത്തെ ഏരിയ ആണ്. അവിടെ വന്നപ്പോഴേക്കും ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നു. അയാളാദ്യം ഷൂട്ട് ചെയ്തപ്പോഴേക്കും എല്ലാവരും ഒന്ന് ഫ്രോസൺ ആവൂലോ ഇയാളെ കണ്ടിട്ട്. അപ്പൊ പല പല ഗ്രൂപ്പായി, ഞാൻ അച്ഛൻ മക്കൾ ഒരെണ്ണം, വേറെ ആൾക്കാർ, അങ്ങനെ അയാൾ ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് പോയി എന്തോ ചോദിക്കണ്ടായിരുന്നു, ഷൂട്ട് ചെയ്യും, മറ്റേ ഗ്രൂപ്പിന്റെ അടുത്ത് ഷൂട്ട് ചെയ്യും. അപ്പൊ നമ്മളെല്ലാരും നമ്മളോട് കിടക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് കിടക്കായിരുന്നു. അപ്പൊ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാൾ ഒരു വേർഡാണ് ചോദിച്ചേ. അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലായിരിക്കും, ഖലീമ, കൽമ, ഖലീമ, അങ്ങനെ അത് 2 പ്രാവശ്യമേ ചോദിച്ചുള്ളൂ. അപ്പൊ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അച്ഛനെ ഷൂട്ട് ചെയ്തു എന്റെ മുമ്പിൽ വെച്ചു. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ്ലി അച്ഛനെ ഹഗ് ചെയ്യുള്ളൂ. അപ്പൊ ഹഗ് ചെയ്തു. അപ്പൊ എന്റെ തലയിൽ അത് ഇങ്ങനെ പോക്ക് ചെയ്ത പോലെ വെച്ചിട്ട് പിള്ളേര് സ്ക്രീമിങ് ആൻഡ് ക്രൈങ് ആയിരുന്നു. അപ്പൊ അയാൾ അത് എന്റെ തലയിൽ നിന്ന് എടുത്തിട്ട് ഹി വോക്ക്ഡ് ഓഫ്. പിന്നെ ഞാൻ അവിടെ വേറെ, എന്റെ അച്ഛൻ ഇമ്മീഡിയറ്റ്ലി ഡെഡ് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് അച്ഛന്റെ ബ്ലീഡിങ് മാറ്റം എന്തെങ്കിലും വെച്ചിട്ട് കൊണ്ടുപോകും, അങ്ങനെയൊന്നും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്റെ മക്കളെയും കൊണ്ട് ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആൻഡ് വി എസ്കേപ്ഡ്. ലൈക്ക് 1 hour റൺ ചെയ്തു. എന്നിട്ട് വി എസ്കേപ്ഡ് ഫ്രം ദ. ഞങ്ങളുടെ അടുത്തേക്ക് ഇയാള് കൂടാണ്ട് വേറെ ആളുണ്ടായിരുന്നു. ലൈക്ക് ഐ ഹാവ് സീൻ ഓൺലി 2. അതിലത്തെ ഒരാളും ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് പുറത്തേക്ക്. ഉള്ളിൽ എത്ര പേരുണ്ടായിരുന്നു ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, എനിക്ക് അറിയില്ല. എനി മോർ ക്വസ്റ്റ്യൻസ്? റെസ്ക്യൂ ഞങ്ങളെല്ലാരും ഓടി ഇറങ്ങുകയായിരുന്നു ചെയ്തത്. അപ്പൊ ഈ പോണീസൊക്കെ ഓടുകയാണ്. അപ്പൊ പോണീസ് ഓടണ വഴിയാകുമ്പോ ഞാൻ അങ്ങോട്ട് പോകുമ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക്, കാരണം ഈ പോണി തന്നെ പോവും വഴി കൂടെ. അപ്പൊ അവരെന്നും പോണോണ്ട് വഴി അറിയാന്ന്. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഞാനും പിള്ളേരോട് പറഞ്ഞു നമുക്ക് പോണീസിന്റെ ഫുട് പ്രിന്റ്സ് നോക്കി പോവാം, അപ്പോൾ നമ്മൾ താഴേക്ക് എത്തുക. അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂർ കുറെ നേരം കഴിഞ്ഞപ്പോ, എനിക്ക് കറക്റ്റ് ടൈം ഡ്യൂറേഷൻ അറിയില്ല, കഴിഞ്ഞപ്പോ എനിക്ക് റേഞ്ച് കിട്ടി. ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തോണ്ട് എന്റെ ഡ്രൈവറിന് എനിക്ക് റേഞ്ച് കിട്ടി. ഡ്രൈവറിനോട് പറഞ്ഞു വിത്തിൻ 10 minutes ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വി സോ മിലിറ്ററി പീപ്പിൾ റഷിങ് ത്രൂ. അപ്പോഴേക്കും എനിക്ക് മനസ്സുകൊണ്ട് ഓക്കെ താഴേക്ക് എത്തി എന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലൈക്ക് ദ ഗവൺമെന്റ്, ദ ലോക്കൽ പീപ്പിൾ, കശ്മീരീസ് എല്ലാവരും ഹെൽപ്ഫുൾ ആയിരുന്നു. ഷെൽട്ടർ തന്നു. ഹോട്ടൽസ്, നമ്മൾ ചെക്ക് ഇൻ ചെയ്യാത്ത ഹോട്ടലാണ്, ആ ഹോട്ടൽസ് പോലും ഞങ്ങൾക്ക് ഷെൽട്ടർ തന്നു. ലൈക്ക് അമ്മയും പിള്ളേരും ഉണ്ടല്ലോ, അവർക്ക് ഷെൽട്ടർ തന്നു. ഞാൻ പിന്നെ ബാക്കി ഒഫീഷ്യൽസിനോട് ഈ സ്റ്റോറി തന്നെ റിപ്പീറ്റ് ഫോർ പാസ്റ്റ് 3 days now. ഇല്ല, ഞാൻ അവരോടൊന്നും സംസാരിക്കും. ഓൾറെഡി ഞാൻ ട്രോമയിലുള്ള ആള് വേറൊരു ട്രോമയിലുള്ള ആളോട് എന്ത് സംസാരിക്കാൻ? They seems to be fine. They seems to be strong. എങ്ങോട്ട്? കശ്മീരിലേക്ക് യാത്രകൾ പോവാറുണ്ട്. കശ്മീരിലേക്ക് ആദ്യമായിട്ടാ പോയത്. അമ്മയെ ഞാൻ അറിയിച്ചില്ലായിരുന്നു. അമ്മ ഇന്നലെ രാത്രി ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ആണ് അമ്മയെ അറിയിച്ചത്. അമ്മയെ അറിയിക്കാണ്ടാണ് ഞാൻ അമ്മയും കൊണ്ട് വന്നത്. പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാലോ എന്തായിരിക്കും.